കൊച്ചിയിൽ മോഡലിംഗിൻ്റെ മറവിൽ മനുഷ്യക്കടത്ത്. പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തിലേക്ക് കടത്തിക്കൊണ്ടുപോക്കാണ് ഇവരെയൊക്കെ തൊഴിൽ. ഇവർ ഒന്നും രണ്ടും പേരും ഒന്നുമല്ല, ഇവർ കുറച്ച് പേരുണ്ട്, കുറച്ച് സംഘമുണ്ട്. ഇപ്പം അന്വേഷണത്തിലൂടെ ഒരുപാട് പേരെ പിടിച്ചു, ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് സ്ത്രീകളെ കൊണ്ടുപോകുന്നത്. ഭർത്താവും മക്കളുമായിട്ട് കഴിയുന്നവരെ, കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരെയും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇവർക്കൊക്കെ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങി ഇപ്പം അക്കൗണ്ടൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ കുറച്ച് പേരുണ്ട്, മഞ്ജിമ, അലീന, സിന്ധു, ബിലാൽ എന്ന ശ്രീകുമാർ, ആണുങ്ങളും ഉണ്ട്, മുഖ്യ പ്രതികളാണ്. ഈ സിന്ധുവിനെ ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ അലീന, ഇതിനെ എല്ലെണ്ണത്തിനെ അറസ്റ്റ് ചെയ്തു, കുറച്ചെണ്ണത്തിനെയൊക്കെ പിടിച്ചു. ഇനിയുണ്ട് എന്തോ ഔറംഗസീബ്, അത് ഗുണ്ടാ സംഘവും എന്നൊക്കെയാണ് പറയണത്. അപ്പം നമുക്ക് ഈ അലീന കുറച്ച് ഇതൊക്കെ പറയുന്നുണ്ട്, അവളെ ഇൻസ്റ്റാ പേജിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്തതാണ്. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തും. ദുബായിൽ വെച്ച് ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കും. മോഡൽസിനെ സെലക്ട് ചെയ്യും. എന്തിനാണ് കൊണ്ടുപോണത്? മറ്റേ പരിപാടിക്ക് എത്രയോ എണ്ണത്തിനെ കൊണ്ടുപോയി അവിടെ എവളൊക്കെ ഇട്ട് കച്ചവടം നടത്തി. ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ റാവാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. ഫാഷൻ ഷോയിൽ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങ് വീഴുമല്ലോ. ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദുബായിൽ വേറെ വല്ല ജോലികൾ ഏർപ്പെടുത്തി തരാം, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെൺപിള്ളേരങ്ങ് വലയിൽ വീഴും. അങ്ങനെ ഒരുപാട് പേര് ഇവളുമാരെ വലയിൽ വീണിട്ട് ഇപ്പം കിടന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് അവളുമാർ വന്ന് സങ്കടം പറയുന്നുണ്ട്. അലീന, നിന്റെയും സബിതന്റെയും ബിന്ദുവിന്റെയും ഒക്കെ വേശിപ്പരിപാടി എല്ലാവരും അറിഞ്ഞു. പാവപ്പെട്ട പെൺകുട്ടികളെ റാമ്പിനെ നടത്തിക്കാന്നും ഫാഷൻ പരേഡിൽ നടത്തിക്കാന്നും പറഞ്ഞ് പറ്റിച്ച് ഈ പറയുന്ന GCC രാജ്യങ്ങളിലും യൂറോപ്പ് രാജ്യങ്ങളിലും കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കുന്ന നിങ്ങളെപ്പോലത്തെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. പാവപ്പെട്ട മാംസത്തിന് വില പറഞ്ഞിട്ട്, ഇറച്ചിക്ക് വില പറഞ്ഞിട്ട് ഇത് ഇവക്കൊക്കെ ലക്ഷങ്ങളാണ് കിട്ടണത്. ഇവളൊക്കെ ലക്ഷങ്ങൾ വില പേശും അവിടെ കൊണ്ടു ചെന്നിട്ട് ഈ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊക്കെ അതിലോട്ടങ്ങ് വീഴേണ് ചെയ്യണത്. അവരൊന്നും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രീതിക്കാണ് ഇവളുമാർ കൊണ്ടുപോണേന്ന് അറിയില്ല. ഇവളുമാർ ഓരോന്നും പറഞ്ഞിട്ട് ആ ഇൻസ്റ്റ പേജിലൂടെയൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഇന്ന ഇതിനാണ് എന്ന് പറയുമ്പോഴേ ചെന്ന് അതിൽ കമൻറ്റ് വിട്ടിട്ട് അത് അവരൊക്കെ അങ്ങ് തയ്യാറായി ഇറങ്ങിയാണ് ചെയ്യണത്. ഈ പെൺപിള്ളേർ ഇതൊന്നും അറിയുന്നില്ല. അങ്ങ് കൊണ്ട് ചെല്ലുമ്പോൾ ഒരേ രാജ്യങ്ങളിൽ കൊണ്ട് ചെല്ലുമ്പോഴാണ് ഇവരറിയണത് ഇതിനാണ് കൊണ്ടുപോകണമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് കൊണ്ട് ചെല്ലുമ്പോഴോ അവരെ ഒരുപാട് മർദ്ദിക്കും ഇവരിട്ട്. വിൽപ്പന വെക്കുന്നു. ഇങ്ങനത്തെ വിൽപ്പന ചരക്കുകൾ പല നാൾ കക്കും, ഒരു നാൾ പിടിയിലാവുന്നു. നിങ്ങളെപ്പോലത്തെ കുറേ കള്ളന്മാരെ ഇനിയും ഇവിടുന്ന് പിടിക്കാണ്ട് ഈ അറബി GCC രാജ്യങ്ങളിൽ നിന്ന്. ഇവിടെ ഇല്ലീഗലായി നിങ്ങൾ നടത്തുന്ന എല്ലാ ഒഫൻസും പിടിച്ചിരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ നടക്കുന്ന സ്പാന്റെ ബാക്കിലുള്ള വലിയ പണക്കാർക്ക് പ്രതികളായിട്ടുള്ള അലീന, സിന്ധു എന്നിവർ ഈ പോലീസ് സ്റ്റേഷനുള്ളിലാണുള്ളത്. അല്പസമയങ്ങൾക്കുള്ളിൽ ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുഖം പുറത്ത് ഭയങ്കര മാന്യത മുഖമാണല്ലോ, ഒക്കെ പുറത്തു വരും. ഇനി പറയാനുള്ളത്, ഇതിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികൾ വല്ല ഫാഷൻ പരേഡിന് എന്ന് പറഞ്ഞ് റാമ്പിൽ കയറ്റാന്നും അതുപോലെ തന്നെ മോഡലിങ്ങിനെന്നും പറഞ്ഞ് ഏതെങ്കിലും ഖത്തറിലോ കുവൈത്തിൽ ഏതെങ്കിലും അറബി കൺട്രിയിൽ കൊടുന്ന് നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുറത്ത് പറയണം. ഇന്ന് DSP ആണ് പറഞ്ഞിട്ടുള്ളത്. അവൻ നമ്പറും കൊടുത്തിട്ടുണ്ട്, ടോൺ നമ്പർ. അതിൽ നിങ്ങൾ പെറ്റീഷൻ കൊടുക്കണം, കംപ്ലൈന്റ് കൊടുക്കണം. അപ്പൊ അതിനുള്ള നിയമ നടപടി ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് മാനഹാനി എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടിരുന്നത്, ആ ഒഫൻസ് കേസ് എടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യും. പെട്ടെന്ന് പെൺകുട്ടികളെ നിങ്ങളെ പല മോഡലും അത് വാഗ്ദാനം ചെയ്ത് കൊണ്ട് ഒന്നിലും പെടാൻ നിൽക്കണ്ട. കുറെ കൂട്ടി കൊടുക്കേണ്ട കള്ളന്മാരുള്ള കാലം. ഫസ്റ്റുള്ള സുഖങ്ങളൊന്നും പിന്നീട് കിട്ടൂല. മനസ്സിലായി? ജീവിതമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്ത് ആണായാലും പെണ്ണായാലും നിങ്ങളെ ഭയപ്പെടുത്തുന്നു, നിങ്ങളെ നഗ്ന ഫോട്ടോ, നിങ്ങളെ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ എന്ന് പറഞ്ഞ് നിങ്ങളെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ അതിലൊന്നും പെടാൻ നിൽക്കണ്ട. അതിലൊന്നും ആരും പ്രചരിപ്പിക്കാൻ പോണില്ല. നല്ല സെറ്റപ്പുള്ള പോലീസാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾ വേഗം കംപ്ലൈന്റ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം. ഇപ്പൊ കൂട്ടിക്കൊടുപ്പുകാരെ കണ്ടില്ല ഇങ്ങനെ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കൂട്ടിക്കൊടുപ്പുകാര്. സിന്ധുവിനെ ഇപ്പൊ 2 ദിവസമായി അറസ്റ്റ് ചെയ്തിട്ട് കാണുമ്പോ തന്നെ നമുക്ക് പേടിയാവും അവളെ. മോഡലിംഗിന്റെയും ലക്ഷങ്ങൾ ശമ്പളമുള്ള വിദേശ ജോലികളുടെയും മറവിൽ മലയാളി യുവതികളെ ദുബായിലേക്ക് കടത്തി ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന രാജ്യാന്തര സെക്സ് റാക്കറ്റിനെ കുറിച്ച് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്.
കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായ ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിനി സ്റ്റോയ്സി എന്ന സിന്ധു ആണ് ഈ ആസൂത്രിത പെൺവാണിഭ സംഘത്തിന്റെ പ്രധാന നടത്തിപ്പുകാരി എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സിന്ധുവിനൊപ്പം പിടിയിലായ തിരുവനന്തപുരം സ്വദേശിനിയും മരടിലെ ആഡംബര ഫ്ളാറ്റിലെ താമസക്കാരിയുമായ അലീന എബ്രഹാം. തിരുവനന്തപുരം സ്വദേശിനി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് എവിടെ ഏത് സ്ഥലമൊന്നും കൂടെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവർ ഈ രാജ്യാന്തര ശൃംഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജന്റുമാരാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. യുവതികളെ കെണിയിൽ വീഴ്ത്താനും വിദേശത്തേക്ക് കടത്താനും അതീവ ആസൂത്രിതമായ നീക്കങ്ങളാണ് സിന്ധുവിന്റെ നേതൃത്വത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിരുന്നത്. സിനിമാ സീരിയൽ മോഹങ്ങളുള്ള യുവതികൾക്ക് മോഡലിംഗ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്തും സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കണമെന്നും പറഞ്ഞു ഒരേ പെൺപിള്ളേർ വരുമ്പം ഇത് മോഡലിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞും കൊണ്ട് ഇവളുമാർ കൂട്ടിക്കൊണ്ടങ്ങ് പോവേണ് ചെയ്യണത്. കൂട്ടിക്കൊണ്ട് പോയിട്ട് അവളൊക്കെ അവിടെ കിടന്ന് അനുഭവിച്ച് പണ്ടാരടങ്ങണം. മദ്യത്തിലൊക്കെ മയക്കുമരുന്നൊക്കെ കലക്കിയാണ് ഇവക്കൊക്കെ കൊടുത്തു കൊണ്ട് പോയി അവളെയൊക്കെ നശിപ്പിക്കണത്. പിന്നെ അവിടെ കിടന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടാ? സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് വിദേശത്തെ പ്രമുഖ ബ്യൂട്ടി പാർലറുകളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉറപ്പു നൽകിയും ഇവർ വലവിരിച്ചു. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് യുവതി. ഇങ്ങനെയുള്ള ജോലികളൊക്കെ പറഞ്ഞ് ഇന്ന ഉയർന്ന ജോലികളുണ്ട് ഇങ്ങനെയൊക്കെ വാഗ്ദാനം ചെയ്താണ് ഇവരെ കൊണ്ടുപോണത്. അവിടെ കൊണ്ടു ചെന്നിട്ട് ഇവരെ പരിപാടി എന്താണ്? മറ്റേ പരിപാടി എവളേക്കാ അടിക്കണം. ഇവർ ദുബായിൽ എത്തിച്ചത്. എന്നാൽ വിദേശ മണ്ണിൽ എത്തുന്നതോടെ കളി മാറും. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ യുവതികളുടെ മൊബൈൽ ഫോണുകളും പാസ്പോർട്ടും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സിന്ധുവും സംഘവും നിർബന്ധപൂർവ്വം പിടിച്ചുവെക്കും. തുടർന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രഹസ്യ ഫ്ളാറ്റുകളിലേക്ക് മാറ്റുന്ന യുവതികൾക്ക് മാരക മയക്കുമരുന്നുകൾ നൽകി അബോധാവസ്ഥയിലാക്കുകയാണ് ഇവരുടെ ആദ്യ രീതി. ഈ അവസ്ഥയിൽ യുവതികളുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തും. ഈ ദൃശ്യങ്ങൾ നാട്ടിലെ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുമെന്നും ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ്. കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കും. കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അവരെ ഭർത്താക്കന്മാർക്ക് അയച്ചു കൊടുക്കും. ഇവര് ഭീഷണിപ്പെടുത്തും. ഇവരെ ക്രൂരമായ ലൈംഗിക വൃത്തിക്ക് നിർബന്ധിച്ചിരുന്നത്. വിസ കാലാവധി തീരുന്നതിന് മുൻപുള്ള 57 ദിവസത്തോളം അതിക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ശേഷം ഇവരെ നിർബന്ധിച്ച് നാട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു പതിവ്. അവരെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ നിർബന്ധിച്ച് അവരെ നാട്ടിൽ പറഞ്ഞു വിടും. ഈ പെൺപിള്ളേർ എത്ര കണ്ടാലും പഠിക്കൂലെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓരോരുത്തന്മാരെ കാണുമ്പോഴത്തേക്കും അവരെ വലയിലങ്ങ് വീഴണേണ്. യുവതികളെ ദുബായിൽ എത്തിച്ചാൽ ഉടൻ ഇവരുടെ ചിത്രങ്ങൾ വാട്സപ്പ് വഴി വിദേശത്തുള്ള വൻകിട ഇടപാടുകാർക്ക് കൈമാറിയാണ് അലീനയും മഞ്ജിമയും ഡീൽ ഉറപ്പിച്ചിരുന്നത്. ഇതിനു പുറമെ ഇടപാടുകാർ എത്തുന്ന ഫ്ളാറ്റുകളിൽ അതീവ രഹസ്യമായി ഒളി ക്യാമറകൾ സ്ഥാപിച്ച് പീഡന ദൃശ്യങ്ങൾ വീണ്ടും റെക്കോർഡ് ചെയ്തിരുന്നു. ഇതാണ് പറയണത്, സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ്. അവളൊക്കെ എങ്ങനെയൊക്കെ മുതലെടുക്കാൻ പറ്റുമോ അതേ കണക്ക് അവളൊക്കെ മുതലെടുക്കും. ന്യൂസ് വന്നതാണ്, എതിർത്താൽ തല്ലിച്ചതയ്ക്കും, ഒച്ച വെച്ചാൽ തലയ്ക്കടിക്കും, ബോധം കെടുത്തി മുറിയിലേക്ക് പുരുഷന്മാരെ കടത്തിവിട്ട് രസിച്ച് മഞ്ജിമയും അലീനയും പെൺപിള്ളേരെ റൂമിലേക്ക് അങ്ങ് തള്ളിവിടും. ഇവർക്കൊക്കെ 2-3 പേരുകളാണ്. ഈ മാവേലിക്കര സ്വദേശിയാണ് ബിലാൽ എന്ന് പറയുന്ന ശ്രീകുമാർ. 2-3 പേരിലൊക്കെയാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇവന്മാരെയൊക്കെ കണ്ട ഒരു ഭീകര മുഖവും യവന്മാർക്കുള്ളത്. ആ പീഡനത്തിന് ഇരയായ ആ പെൺകുട്ടി അവൾ വന്ന് ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എത്ര പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഈ പെൺകുട്ടി രംഗത്ത് വന്നെങ്കിലും ഇവക്കിപ്പം ഭീഷണികൾ ഒരുപാടുണ്ട് ഇവരിൽ നിന്നും. ഇവരിലുള്ള ഈ സംഘത്തിനെ 3-5 പേരെ പിടിച്ചെങ്കിലും 3-4 പേരെ പ്രധാന കണ്ണികളായിട്ടുള്ള 3-4 പേരെയാണ് പിടിച്ചിരിക്കുന്നത്. ഈ സിന്ധുവിനെ പിടിച്ചപ്പോഴാണ് ബിലാൽ എന്ന ശ്രീകുമാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഇപ്പം അവനെയും അറസ്റ്റ് ചെയ്ത്. ഇപ്പം അതിനു മുമ്പ് തന്നെ സിന്ധുവിനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് തന്നെ ഈ പെൺകുട്ടിക്ക്, ഈ രംഗത്ത് വന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇവരിൽ നിന്നും, ഇവിടെ വെളിയിൽ കിടക്കണ അവരിൽ നിന്ന് നല്ല ഭീഷണിയുണ്ടായി. ഇനിയുണ്ട്, ഇനി ഒരുപാട് സംഘങ്ങളുണ്ട്. പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശവും ഒക്കെ എന്ത് വോയിസ് എടുത്തിട്ടുണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട്. ഫോണ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുത്തേന്നോ ഒന്നും ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. പറഞ്ഞു കേട്ടില്ലേ, ഫ്ലൈറ്റിൽ വെച്ചിട്ട് തന്നെ ഇവരെ മൊബൈൽ അങ്ങ് മേടിക്കണേ. ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അങ്ങ് ചെന്ന്
കഴിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഒന്ന് ഒച്ച വെച്ച് വിളിക്കാനോ ആര് കിടക്കണ് ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളി വിടുകയാണ് ചെയ്യണത്. അവരറിയുന്നില്ലല്ലോ നമ്മളിപ്പോൾ ഇതിനാണ് കൊണ്ടുപോകണം. അവർ ഒരു ജോലിക്കെന്നും പറഞ്ഞ് മോഡലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ടല്ലേ കുറേ ഫാഷൻ ഷോയും അങ്ങനെയൊക്കെ ഉള്ളവരിത് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയിട്ട് ഇതിലോട്ടങ്ങ് കടത്തി അങ്ങ് വിടുകയാണ് ചെയ്യണം. പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരം തളർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2-3 പരാതികളല്ല, ധാരാളം പെൺകുട്ടികളെ ഇവർ വലയിൽ കുടുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ മോഡലായിട്ടുള്ള കൊച്ചിയിലെ അലീന എന്ന് പറയുന്ന ആൾ ഇതിനു മുൻപ് ക്രിമിനൽ പ്രവർത്തികളിൽ ഒരുപാട് കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളാണ്. ഗുണ്ടാ സംഘങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. അപ്പോൾ ഇത്രയും ഗുണ്ടാ സംഘത്തിലും ഇത്രയും കേസിലുള്ള പ്രതികളും ആയ എവളുമാരെയാണ് ഇങ്ങനെ ഇട്ടിരുന്നത്. ഇവക്കൊക്കെ പിന്നിൽ ഇവളെയൊക്കെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഈ മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ ഇവളെയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പിടിച്ചാൽ തന്നെയും അതിൻ്റെ പിന്നിൽ ആൾ നിന്ന് ഇറക്കാനായിട്ട് ആളുണ്ട്. ഇവർക്കൊക്കെ പിടിബലമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാണിക്കുന്നത്. കേരളത്തിൽ നിന്ന് സ്ത്രീകളെ വിദേശത്തേക്ക് കടത്തുന്നു, അതിനുശേഷം അവിടെ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നു. ഇതിന് പിന്നിൽ ഒരു രാജ്യാന്തര സെക്സ് റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് കൊച്ചി സിറ്റി പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇവർ എത്ര പേരെ പിടിക്കും? 3-4 എണ്ണത്തിനെ പിടിച്ച് ഇനി ഇതിനെ ഓരോരുത്തർ ഇപ്പം സിന്ധുവിൽ നിന്നാണ് അന്നേരം ഔറംഗസീബ, ബിലാൽ ശ്രീകുമാർ, പിന്നെന്തോ റംലത്ത, ഏതൊക്കെയോ കുറേ എണ്ണം ഉണ്ട്. ഈ ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് വരുന്ന അവരിൽ നിന്നും ഇനിയിപ്പോൾ തെളിയിച്ചെടുക്കും. പോലീസിന് ആസ്പദമായ പരാതി മരട് പോലീസിൽ ലഭിക്കുന്നത് മാർച്ചിലാണ്. അതിൽ പ്രധാനമായി യുവതി പറഞ്ഞിരുന്നത് മികച്ച വരുമാനമുള്ള മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട്, അതായത് ഒരു ഷോയ്ക്ക് 50,000 രൂപ വരെ വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നു. ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ തന്നെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മദ്യത്തിൽ മോഡലിങ്ങിന് 50,000 രൂപ വാഗ്ദാനം ചെയ്താണ് പെൺപിള്ളേരവിടെ മോഹന വാഗ്ദാനങ്ങളും കൊടുത്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇതൊക്കെ ഇപ്പം 50,000 രൂപ കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലാതെയൊക്കെ കിടന്ന് വല്ല ഉപ്പ കടയിലൊക്കെ നിൽക്കണ പെൺപിള്ളേർ ചിലപ്പോൾ ആയിരിക്കും, ഒന്നും ഇല്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കണവരും ആയിരിക്കും. അപ്പോൾ ഇവർ വിചാരിക്കും 50,000 ഒക്കെ കിട്ടുമല്ലോ, അപ്പോഴ് ഇവരങ്ങ് പോവാന്ന് വിചാരിക്കും. കലർത്ത് നൽകി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. അബോധാവസ്ഥയിലായ തന്നെ പല ആളുകൾക്കും കാഴ്ചവെക്കുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ പീഡന ദൃശ്യങ്ങൾ, അതായത് പീഡിപ്പിക്കുന്ന സമയത്ത് പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച ശേഷം അത് ബന്ധുക്കൾക്ക്, ഈ വിവരം പുറത്തു പറഞ്ഞാൽ ബന്ധുക്കൾക്ക് അയച്ചു നൽകുമെന്ന് പറഞ്ഞ് സംഘം ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ പരാതിയിലുണ്ട്. ആ പരാതിയിലാണ് 5 പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നത്. ഇതിൽ 3 യുവതികളെയാണ് ഇപ്പോൾ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ 5 പേരും അല്ല 10 പേരും അല്ല, ഇനിയിപ്പോൾ ഓരോരുത്തരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിയാം ഇനി എന്തുമാത്രം പേരുണ്ടെന്ന്. പ്രതിയായ സിന്ധു ആണ് ഇവിടെ നിന്ന് ആളുകളെ വിദേശത്തേക്ക്, സ്ത്രീകളെ വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നത്. ഇതിന് പുറമെ തന്നെ പോലീസ് പറയുന്നത് ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നുള്ളതാണ്. ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട്, അങ്ങനെ ഒരു ഗുണ്ടാ നേതാവുമായി ബന്ധമുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഗുണ്ടാ നേതാവിനെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ റാക്കറ്റ് ഗുണ്ടാ നേതാവ് ഔറംഗസീബ് കൂടുതൽ ആളുകൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 5 പ്രതികളിൽ 3 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 2 പേർ വിദേശത്താണ്. ആ വിദേശത്തുള്ള ആളുകൾക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ അത്രയ്ക്കും അറിയാവുന്നുള്ളവർ പറഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചാടി പുറപ്പെടാവൂ. അത് ഇവിടെ എങ്ങും അല്ല, നമുക്ക് അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ പോയി അന്വേഷിക്കാം, വീട്ടുകാർക്കായാലും അന്വേഷിക്കാം. ഇവിടെ നിന്നൊക്കെ വേറെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. വീട്ടിലുള്ളവരെ പോലും ഈ ചിലപ്പോൾ ഈ പെൺപിള്ളേരെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് മോഡലിങ്ങിനാണ് അത്, അല്ലെങ്കിൽ അവിടെ 50,000 കിട്ടും 1,00,000 കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവരടുത്ത് പോലും ആ പെൺപിള്ളേർ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും എനിക്ക് ഇത്രയും കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ, അപ്പം നമുക്കൊന്ന് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും, നമുക്ക് നല്ലതുപോലെ സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടുകാരെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിക്കും. എന്നിട്ടായിരിക്കും അവർ പോണത്. നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം ജോലികൾ കിടക്കണം, ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലികളുണ്ട്, ചെയ്ത് ജീവിക്കാന്നുള്ളതേ ഉള്ളൂ. സെലിബ്രിറ്റികളായിട്ടുള്ളവരും ഇതിൽ ചെന്ന് പെട്ടിട്ടുണ്ട്.
ഈ ഒരു പെൺകുട്ടി എന്നെ എങ്ങനെ എന്തോ അത് വന്ന് പറയാനും അതിനുണ്ടായ അനുഭവങ്ങൾ അത് വന്ന് പറഞ്ഞു. ഇങ്ങനെ പകർത്തിയതിന് ശേഷം ഭീഷണിപ്പെടുത്തുക, അതിങ്ങനെ അയച്ചു കൊടുത്തു, മറ്റവർക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ നിൻ്റെ കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീഷണി. ആ ഭീഷണിയിൽ ഈ പെൺപിള്ളേർ പിന്നെ ഒന്നും പറയൂല. അതാണ് കാര്യം. ഇതുപോലെ ഓരോ പെൺപിള്ളേരും രംഗത്ത് വന്ന് പറയണം, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കുഴിയിലൊന്നും ചെന്ന് വീഴാതിരിക്കുക.